ചാലക്കുടിയിൽ നിന്ന് വന്നതാണ്. എന്താ പേര്? എൻ്റെ പേര് രേവത് എന്നാണ്. ഞാൻ ഇപ്പോൾ 2 ദിവസം ഇവിടെ ഉണ്ട്. അപ്പോൾ എന്താ ചെയ്യുന്നത് രേവത്? ഞാൻ ഓട്ടോ ഡ്രൈവറാണ്. ഇവിടെ എങ്ങനെയാ വന്ന് വിട്ടത്? ഞാനിപ്പോൾ ബസ്സിന് വന്നതാണ്. അപ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും, നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റില്ല. ഇപ്പോൾ അരുൺ ചേട്ടനെ നമുക്ക് ജീവനോടെ കിട്ടുമെന്നാണ് നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷ, കേരളക്കാരുടെ പ്രതീക്ഷ. അപ്പോൾ അതിൽ നമുക്ക് ജീവനോടെ കിട്ടി കഴിഞ്ഞാൽ ഒരു ആശുപത്രിയിൽ കൂട്ടിയിരിക്കാനാണെങ്കിൽ എന്നെ കൊണ്ട് പറ്റുമെന്ന് അത് ഞാൻ ചെയ്യാൻ തയ്യാറാണ്. രേവതിനെ പോലെ നിരവധി മനുഷ്യർ കേരളത്തിലും കേരളത്തിന് പുറത്തുമായി അർജുൻ്റെ തിരിച്ചുവരവ്, അർജുനോടൊപ്പമുള്ള മറ്റ് സഹപ്രവർത്തകരുടെ, കന്നഡയിൽ നിന്നുള്ള നമ്മുടെ സഹോദരങ്ങളുടെ തിരിച്ചുവരവിനായി കാത്തിരിക്കുകയാണ്. നേരത്തെ MLA പറഞ്ഞൊരു വാചകം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെയൊക്കെ ഒരു ആചാരമനുസരിച്ച്, ഒരു രീതി അനുസരിച്ച് നമ്മുടെ പ്രിയപ്പെട്ടവർ ഇങ്ങനൊരു ദുരന്തമുഖത്തുപെട്ടാൽ അവർ തിരിച്ചു വരുന്നതുവരെ ഉണ്ണാതുറങ്ങാതിരിക്കുന്ന മനുഷ്യരാണ് തങ്ങളുടെ പ്രിയപ്പെട്ടവരെ. നേരത്തെ ഏതോ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ചോദിച്ചു അത്രേ, ഇതിൽ ഈ മണ്ണിനടിയിൽ കിടക്കുന്നത് ഏതെങ്കിലും ഒരു VIP ആണോ? ഇത്രയും വലിയ സമ്മർദ്ദം CM-ൻ്റെ ഓഫീസിൽ നിന്ന് വരെ സമ്മർദ്ദം ഉണ്ടാവുന്നു എന്ന് ചോദിച്ചു. നമുക്ക് ആ പോലീസുകാരനോട് പറയാനുള്ളത്, നമ്മളുടെ ഓരോ വീട്ടിലെയും ഇങ്ങനെയുള്ള മനുഷ്യർ വെരി വെരി ഇമ്പോർട്ടൻറ്റ് പേഴ്സണാണ്. അവരുടെ ജീവിതം നമുക്ക് തിരിച്ചു പിടിച്ചു കൊടുക്കേണ്ടത് സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്വമാണ്. കിടക്കുന്നത് കുടിയുടെ നിറമുള്ള മനുഷ്യനാണോ, ഏതെങ്കിലും ജാതിയുടെയോ മതത്തിൻ്റെയോ വാൽപ്പേരോ ജാതിപ്പേരോ ഉള്ള മനുഷ്യനാണോ എന്ന് നോക്കിയിട്ടല്ലല്ലോ നമ്മൾ രക്ഷാപ്രവർത്തനം നടത്തുക. നമ്മളെ സംബന്ധിച്ച് ഓരോ പേഴ്സണും വെരി വെരി ഇമ്പോർട്ടൻറ്റ് പേഴ്സണാണ്. ചുരുങ്ങിയ പക്ഷം അവൻ്റെ കുടുംബത്തിൽ, അവൻ്റെ വീട്ടിൽ, അവൻ്റെ അമ്മയ്ക്ക്, അവൻ്റെ ഭാര്യയ്ക്ക്, അവൻ്റെ കുഞ്ഞുങ്ങൾക്ക്, സഹോദരിക്ക് വെരി വെരി ഇമ്പോർട്ടൻറ്റ് പേഴ്സണാണ് സർ എന്ന് മാത്രമാണ് നമുക്ക് ആ പോലീസ് ഉദ്യോഗസ്ഥരോട് വിനയപൂർവ്വം പറയാനുള്ളത്. ആദ്യഘട്ടത്തിൽ കർണാടക പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ വളരെ നിരുത്തരവാദപരമായ സമീപനമാണ് നമ്മളെ അധികം വിഷമിപ്പിക്കുകയും ആശങ്കപ്പെടുത്തുകയും ചെയ്തത്. മണ്ണിനിടയിൽ പുതഞ്ഞിരിക്കുന്നത് ഒരു ലോറി ഡ്രൈവർ അല്ലേ എന്ന രീതിയിലാണ് ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തനം നടന്നത്. പക്ഷേ ഒരു ലോറി ഡ്രൈവർ എന്നുള്ളത് ഞങ്ങളുടെ നാട്ടിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്നൊരു പൗരനാണ്, ഒരു മനുഷ്യനാണ്. ആ മനുഷ്യൻ്റെ കുടുംബത്തിന് അയാൾ ഒരു VIP ആണ്. നമ്മളെ സംബന്ധിച്ച് അദ്ദേഹം ഒരു സഹോദരനാണ്. ഇപ്പോൾ ഈ നിമിഷം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന, തത്സമയം ഈ സംപ്രേഷണം കണ്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ വീടുകളിൽ നിന്നുള്ള എല്ലാ മനുഷ്യരുടെയും സഹോദരനായി മാറിയിരിക്കുകയാണ് അർജുൻ. അർജുന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. അയാളുടെ പണി ചെയ്ത് കിലോമീറ്ററുകളോളം വളരെ ഭാരിച്ച വാഹനവും വഹിച്ചുകൊണ്ട് അദ്ദേഹം ഇവിടേക്ക് എത്തുകയും അദ്ദേഹം ആ വാഹനം ഇവിടെ പാർക്ക് ചെയ്ത് 6-8 മണിക്കൂർ യാത്ര ചെയ്തതിന് ശേഷമുള്ള ക്ഷീണം നീക്കാനായി ഒന്ന് കണ്ണടയ്ക്കുകയും ആ ശ്രമത്തിനിടയിൽ രാവിലെ മണ്ണിടിഞ്ഞ് വീഴുകയും ചെയ്തതാണ്. ആ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ജോലി ചെയ്തുകൊണ്ടിരുന്ന വേളയിൽ അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല എന്ന തിരിച്ചറിവിലാണ് നമ്മളടക്കം ഈ സ്പോട്ടിലേക്ക് കുതിച്ചെത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ, ഒപ്പം തന്നെ സംസ്ഥാന സർക്കാർ അധികാരികൾ, ഇവരെല്ലാവരും വളരെ കൃത്യമായ ഇടപെടൽ നടത്തുന്നുണ്ട്. അപ്പോഴും ആശങ്കപ്പെട്ടത്, ഇത്തരമൊരു ദുരന്തമുഖത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്നൊരു ജില്ലാ ഭരണാധികാരി വർഗം ഉത്തര കന്നഡയിലുണ്ട് എന്നതാണ് നമ്മളെ ആശങ്കപ്പെടുത്തുന്നൊരു ഘടകം. ഇതിൽ എക്സ്പീരിയൻസിൻ്റെ കുറവെന്ന് MLA പറയുമ്പോഴും അത് നഷ്ടപ്പെടുത്തുന്നത് നമ്മുടെ സഹോദരങ്ങളുടെ ജീവനും ജീവൻ്റെ സാധ്യതയുമാണ് എന്നതാണ് ഏറെ വിഷമിപ്പിക്കുന്ന കാര്യം. അഹോരാത്രം ഇത്തരം രക്ഷാപ്രവർത്തനത്തിനൊക്കെ നേതൃത്വം നൽകാൻ കഴിയുന്ന കരസേനയെ 6ാം നാൾ മാത്രം വിളിക്കുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. ഇതുവരെയും കരസേന ഈ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിട്ടില്ല. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 27 മിനിറ്റ് ആയിരിക്കുന്നു. ഈ രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമായ പ്രദേശത്ത് വലിയ രീതിയിൽ ആഴമുള്ള ഗംഗാവാലി നദി ഒഴുകുന്നു. അത് നിറഞ്ഞൊഴുകുന്നു. മറുഭാഗത്ത് എപ്പോൾ വേണമെങ്കിലും ഇളകി വീഴാവുന്ന മൺകൂനകൾ നിറഞ്ഞു നിൽക്കുന്ന വലിയ ഒരു മലയുണ്ടാവുന്നു. അതിൻ്റെ നടുക്ക് 4 വരി പാത. ആ 4 വരി പാതയുടെ ഒരു ഭാഗത്തുണ്ടായിരുന്ന ധാബ പൂർണ്ണമായും ഇടിഞ്ഞ് അതിനിടയിൽ നിന്ന് 5 പേരുടെ മൃതശരീരങ്ങൾ കിട്ടുന്നു. ഒരു കുഞ്ഞിൻ്റേതടക്കം മറ്റ് 2 കാർ യാത്രക്കാരുടെ അടക്കം 7 മൃതദേഹങ്ങൾ കിട്ടുന്നു. ഇപ്പോഴും 2 പേർ, കന്നഡയിൽ നിന്നുള്ള 2 പേർ ഈ മണ്ണിനടിയിൽ പെട്ടുപോയിട്ടുണ്ട്. അതിനോടൊപ്പമാണ് നമ്മുടെ പ്രിയപ്പെട്ട അർജുനും പെട്ടുപോയിട്ടുള്ളത്.